ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS റൂളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന CSEB എക്സാമിനെല്ലാം ആക്റ്റിൽ നിന്നും റൂളിൻ്റെയും അമെൻമെൻറ്റഡ് വേർഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കാരണം ആക്റ്റിലെ റൂളിലെ അമെൻമെൻറ്റ്സ് എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. നമ്മൾ ആക്റ്റിലെ അമെൻമെൻറ്റ്സിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൻ്റെ താല്പര്യമുള്ളവർ അത് കയറി കാണുക. പിന്നെ നമ്മൾ KCS റൂളിലെ അമെൻമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള പാർട്ട് 6 വീഡിയോ ആണ് ഇത്. പാർട്ട് 5 വരെയുള്ള ഇതിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി റൂള് 59 ഗ്രാറ്റുവിറ്റി വരെയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂൾ 59 ഗ്രാറ്റുവിറ്റി കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് റൂള് 66 പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സബ് റൂൾ 1 ക്ലോസ് എയിലും ക്ലോസ് ബിയിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ സബ് റൂൾ 1 പറയുന്നത് സെക്ഷൻ 65 അനുസരിച്ചിട്ടുള്ള എൻക്വയറിക്കും 66 അനുസരിച്ചിട്ടുള്ള ഇൻസ്പെക്ഷൻ്റെ ഓർഡറിലും താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ക്ലോസ് എയും ക്ലോസ് ബി, സി അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ക്ലോസ് എയിൽ മാറ്റം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ദ നെയിം ഓഫ് സൊസൈറ്റീസ് ഹൂസ് അഫയേഴ്സ് ആർ ടു ബി ഇൻക്വയർഡ് ഇൻ ടു ഓർ ഹൂസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ടു ബി ഇൻസ്പെക്റ്റഡ് എന്ന് പറയുന്നതിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്നതിന് ശേഷം വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്നുള്ള ഒരു വേർഡ് കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് ഈ ഇൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ ഓർഡറിൽ എന്താണ് ആ സൊസൈറ്റിയുടെ ഏത് സൊസൈറ്റിയാണോ എൻക്വയറി ചെയ്യേണ്ടത് ആ സൊസൈറ്റിയുടെ പേരുണ്ടായിരിക്കണം. ഏത് സൊസൈറ്റിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണോ അത് ചെയ്യേണ്ടത് ആ സൊസൈറ്റിയുടെ പേര് വേണം എന്നാണ് പറയുന്നത്. ഇൻസ്പെക്ട് ചെയ്യുന്ന ആ സൊസൈറ്റിയുടെ പേര് വേണം എന്ന്. അപ്പോൾ ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒപ്പം എന്താണ് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഫിസിക്കൽ ഫോം എന്ന് വന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ നേരത്തെ അമെൻമെൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒക്കെ ഒപ്പം ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് വരാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിൽ, ഏതെങ്കിലും ഒരു ഫോമിൽ ഉള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഈ ഡിജിറ്റൽ ഫോം എന്ന് പറയുന്നത് അധികം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഡിജിറ്റൽ ഫോമും കൂടെ അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് സബ് റൂൾ ക്ലോസ് ബിയിലാണ്. ദ നെയിം ഓഫ് പേഴ്സൺ ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ എൻക്വയറി ഓഫ് ഇൻസ്പെക്ഷൻ. എൻക്വയറിയോ ഇൻസ്പെക്ഷനോ കണ്ടക്ട് ചെയ്യുന്ന ആ പേഴ്സൻ്റെ പേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സൺ ഓർ പേഴ്സൺസ് എന്നുള്ള ഒരു സംഭവം കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ ഓർ പേഴ്സൺസ് ആ ഒരു വേർഡ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻക്വയറിയും ഇൻസ്പെക്ഷനും കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം പേരായിരിക്കാം. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന ആ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെയോ പേര്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോസ് എയിലും ബിയിലും വന്നിരിക്കുന്ന മാറ്റം. പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റൂള് 66 തന്നെ സബ് റൂള് 4 മാറ്റം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ക്ലോസ് എയിലും ക്ലോസ് ബിയിലും പറഞ്ഞിരിക്കുന്ന സെയിം മാറ്റം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഓൺ ദ റെസിപ്റ്റ് ഓഫ് ഓർഡേഴ്സ് റെഫേർഡ് ടു ഇൻ സബ് റൂൾ 1 ദ പേഴ്സൺ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഓർ പേഴ്സൺസ് എന്നും കൂടെ വന്നിട്ടുണ്ട്. ഓർ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ ഷാൾ ബി പ്രൊസീഡ് ടു എക്സാമിൻ ദ റെലവൻറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒപ്പം വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. റെലവൻറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇവിടെയായിട്ട്. ഓക്കെ, which are kept either in digital or in physical form, and the number of documents in the possession of the society or any of its officers, members, agents or servants and obtain such information or എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എന്നുള്ളത് പേഴ്സൺസിനായി മാറിയിട്ടുണ്ട്. പിന്നെ ഓർ പേഴ്സൺസ് എന്നും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? ഈ എൻക്വയറിയോ ഇൻസ്പെക്ഷനോ നടത്താനായിട്ട് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസ് എന്താണ് ആ സൊസൈറ്റിയുടെ പൊസഷനിലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ ഏജൻസിൻ്റെയോ സെർവൻസിൻ്റെയോ അങ്ങനെ ആരുടെ വേണമെങ്കിലും പൊസഷനിലുള്ള സൊസൈറ്റിയുടെ ഡോക്യുമെൻറ്റ്സ്
സൊസൈറ്റിയുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അത് ഒന്നല്ലെങ്കിൽ ഡിജിറ്റൽ ഫോം അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ഫോമിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യാമെന്നാണ് പറയുന്നത്, എക്സാമിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ നമ്മുടെ പഴയ ലോയിൽ ഇതുള്ള റൂളിലുള്ള അതേ കാര്യം തന്നെയാണ്. ഈ പേഴ്സൻ്റെ ഒപ്പം ഓർ പേഴ്സൺസ് എന്ന് പറഞ്ഞു വന്നു. അതുപോലെ ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒപ്പം വിച്ച് ആർ കെപ്റ്റ് എയ്തർ ഇൻ ഡിജിറ്റൽ ഓർ ഇൻ ഫിസിക്കൽ ഫോം എന്നുള്ളത് വന്നു. ആ രണ്ട് മാറ്റം ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഈ റൂള് 66 സബ് റൂള് 7 ക്ലോസ് 1 ABCD എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഈ സബ് റൂള് 7 പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 68 പ്രകാരമുള്ള എൻക്വയറിയുടെ ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേറെ എന്തൊക്കെ അതിൻ്റെ ഒപ്പം വേണം എന്നാണ് പറയുന്നത്. ഈ എൻക്വയറിയുടെ ഓർഡറിൻ്റെ ഒപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അതിൽ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതിൽ ഏത് സൊസൈറ്റിയാണോ എൻക്വയറി നടത്തേണ്ടത് ആ സൊസൈറ്റിയുടെ പേര്, പിന്നെ ആരാണോ എൻക്വയറി നടത്താനുള്ള തീരുമാനിച്ച ആ ഓഫീസർ അയാളുടെ പേര്, പിന്നെ എന്തിനാണ് എൻക്വയറി നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ABCD കുറേ കിടക്കണ്ട. അതിൽ ഡിയിൽ പറയുന്നതാണ്, അതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ മുമ്പ് നമുക്കൊരു ടൈം പീരീഡ് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ആ ടൈം പീരീഡ് പറഞ്ഞുകൊണ്ടാണ് ഇതിന് മാറ്റം വന്നിരിക്കുന്നത്. എന്താണ്? ദ പീരിയഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ വിത്തിൻ വിച്ച് ദ എൻക്വയറി ഈസ് കംപ്ലീറ്റഡ് ആൻഡ് എ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ. അതായത് ആ എൻക്വയറിയുടെ ഓർഡർ കിട്ടി വിത്തിൻ 3 months, എൻക്വയറിയുടെ ഓർഡർ കിട്ടി 3 മാസത്തിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഈ ക്ലോസ് ഡിയിൽ എൻക്വയറി അതിൽ പറഞ്ഞിരിക്കുന്ന എൻക്വയറിയുടെ പീരീഡ് അതിൽ പറഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ എൻക്വയറിയുടെ ഓർഡറിൽ ഇത്ര ദിവസത്തിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. ടൈം പീരീഡ് കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ടൈമായിട്ട് പറയുന്നുണ്ട്, ഓർഡർ കിട്ടി 3 മാസത്തിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, അതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ സബ് റൂള് 7 രണ്ടാമത്തെ ക്ലോസിലാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതിലും ടൈം പീരീഡ് തന്നെയാണ് മാറ്റം വന്നിരിക്കുന്നത്. ടൈം പീരീഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എൻക്വയറി റിപ്പോർട്ട് ദ രജിസ്ട്രാർ ഷാൾ ഗീവ് ദ പേഴ്സൺ ഓർ പേഴ്സൺ കൺസേൺഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് ബിഫോർ ഇഷ്യൂയിങ് ആൻ ഓർഡർ ഓഫ് സർചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എൻക്വയറിയുടെ റിപ്പോർട്ട് കിട്ടി 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ എന്താണ് ആ ആളുകളെ, ആ ഒരു കുറ്റക്കാരായിട്ടുള്ള ആ ഒരു പേഴ്സണെ, ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെയോ വിളിച്ച് അവർക്ക് പറയാനുള്ള, അവരുടെ ഭാഗം പറയുന്നതിനുള്ള അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് ശേഷം എന്താണ് സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ ഈ ക്ലോസ് 2 പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ടൈം പീരീഡ് 1 month എന്നുള്ള ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രജിസ്ട്രാർക്ക് എൻക്വയറി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അതിന് കാരണക്കാരായവരെ പേഴ്സണെയോ അല്ലെങ്കിൽ പേഴ്സൺസിനെയോ വിളിച്ച് അവരുടെ ഭാഗം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞ് സർചാർജ് ഓർഡർ പുറപ്പെടുവിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 1 month എന്ന് പറഞ്ഞ് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻക്വയറി റിപ്പോർട്ട് കിട്ടി 1 മാസത്തിനകം രജിസ്ട്രാർ ഈ ആളുകളെ വിളിച്ചു ചേർത്ത് പേഴ്സൺസിനെയോ വിളിച്ച് അവരുടെ ഭാഗം പറയുന്നതിനുള്ള, അത് കേൾക്കുന്നതിനുള്ള ഒരവസരം, രജിസ്ട്രാർ അത് കേൾക്കണം, അവർ പറയുന്നതിനുള്ള ഒരു അവസരം അവർക്ക് കൊടുത്ത് സർചാർജിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോസ് 2 പറയുന്നതെല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് സർചാർജിൻ്റെ ഓർഡർ ഇൻ റൈറ്റിങ്ങിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വേണം അവർക്ക് അയക്കുന്നതിനായിട്ട്. പിന്നെ സർചാർജിൻ്റെ ഓർഡറിൽ കുറച്ച് കാര്യങ്ങളെല്ലാം വേണം, സൊസൈറ്റിയുടെ പേര്, പിന്നെ അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ എത്ര രൂപ കോമ്പൻസേഷൻ എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട. അതെല്ലാം അതുപോലെ തന്നെയാണ്. ആ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ് 1 month എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് വന്നു എന്നുള്ളൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ്. റൂള് 66 വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. റൂള് 66 നമുക്ക് 7 സബ്സെഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒപ്പം 8ാമത് ഒരു സബ്സെഷനും കൂടെ ആഡ് ചെയ്തും വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ റൂൾ 66 വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ഇനി റൂള് 66 8 എന്ന് പറഞ്ഞ് ഒരു പുതിയ സബ്സെഷനാണ് കേട്ടോ. പുതിയതാണിത്, പുതിയ സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഓക്കെ. While conducting an inquiry under Section 65 or an inspection under Section 66, the inquiry or inspection officer be transferred or promoted to another post, the officer conducting inquiry or inspection shall hand over a report of all the work done till the period of transfer with supporting document to a new inquiry or inspection officer as appointed. അതായത് സെക്ഷൻ 65 പ്രകാരം ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ 66 പ്രകാരം ഒരു ഇൻസ്പെക്ഷനോ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർക്ക് എന്തെങ്കിലും ഒരു പ്രമോഷനോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റിലേക്ക് പ്രമോഷനോ ലഭിക്കുകയാണെങ്കിൽ ആ ഓഫീസർ, ആ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ ഓഫീസർ അയാളുടെ അന്ന് വരെയുള്ള വർക്ക്, ആ ഒരു ട്രാൻസ്ഫറിൻ്റെയോ പ്രമോഷൻ്റെയോ സമയം വരെ അദ്ദേഹം ചെയ്ത വർക്കുകൾ അതിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് പുതിയതായിട്ട് വരുന്ന എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നാണ് പറയുന്നത്. വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും കൂടെ വെച്ചിട്ട് ആ റിപ്പോർട്ട് പുതിയ ഓഫീസർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ ദ ഫോർമർ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർ be held answerable for the work done with regard to the enquiry or inspection till his period. ആ പഴയ ഫോമർ ആയിട്ടുള്ള നേരത്തെയുള്ള ആ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർ എന്താണ്, അദ്ദേഹം ചെയ്ത ആ സമയം വരെയുള്ള ഈ പ്രമോഷനോ ട്രാൻസ്ഫറോ വരുന്ന ആ സമയം വരെ അദ്ദേഹം ചെയ്തല്ലോ ആ വർക്ക്. അപ്പം അന്ന് വരെയുള്ള വർക്കിന് അദ്ദേഹം ചെയ്ത വർക്കിന് അദ്ദേഹം തന്നെ ആൻസറബിൾ ആയിരിക്കും. ആ ഫോർമർ എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർ തന്നെ ആൻസറബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. The newly appointed inquiry or inspection officer should start the work in continuation of the report handed over by the former inquiry or inspection officer and should submit the final inquiry or inspection report in time. ആ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത എൻക്വയറി ഇൻസ്പെക്ഷൻ ഓഫീസർ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട്, ആ റിപ്പോർട്ട് അയാൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഓഫീസർ എന്തോരം വർക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂവേഷനായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് എൻക്വയറി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 65 പ്രകാരം എൻക്വയറിയോ സെക്ഷൻ 66 പ്രകാരം ഇൻസ്പെക്ഷനോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻക്വയറി ഓഫീസർക്കോ ഇൻസ്പെക്ഷൻ ഓഫീസർക്കോ എന്തെങ്കിലും ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മറ്റൊരു പോസ്റ്റിലേക്ക് പ്രമോഷനോ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം അന്ന് വരെ ചെയ്ത ആ പ്രമോഷനോ ട്രാൻസ്ഫറോ കിട്ടുന്ന അന്ന് വരെ ചെയ്ത വർക്കിനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും കൂടെ വെച്ചിട്ട് അത് പുതിയതായിട്ട് വരുന്ന ഓഫീസർക്ക് കൈമാറണം. എൻക്വയറിയോ ഇൻസ്പെക്ഷനോ ഏതായാലും ആ ഓഫീസർക്ക് കൈമാറണം. അന്ന് വരെ ആ ഒരു ട്രാൻസ്ഫറോ പ്രമോഷനോ ലഭിക്കുന്നത് വരെ അദ്ദേഹം ചെയ്ത വർക്കുകൾക്ക് ആ പഴയ ഓഫീസർ തന്നെ അദ്ദേഹം ചെയ്ത ആ വർക്കിന് ആൻസറബിൾ ആണ്. അതിൻ്റെ ഉത്തരവാദിത്തം ആ പഴയ ഓഫീസർക്കാണ്, അദ്ദേഹം ചെയ്ത വർക്കുകളുടെ എല്ലാം. പിന്നെ ആ പഴയ ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പുതിയ ഓഫീസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് പുതിയ ഓഫീസർ ചെയ്ത് അദ്ദേഹം കറക്റ്റ് സമയത്ത് നമ്മുടെ ഫൈനൽ എൻക്വയറിയോ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടോ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ്. അപ്പോൾ ഇത്രയുമാണ് റൂള് 66 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ റൂള് 66 ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് റൂള് 67 മാറ്റം വന്നിരിക്കുന്നത്. റൂൾ 67 റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, അതിൽ സബ് റൂള് 4 മാറ്റം വന്നിരിക്കുന്നത്. സബ് റൂള് 4 ഗവൺമെൻറ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോർട്ട്സ് as required to deal with the non-monetary cases. The presiding officer of the court shall be. അത് മുതൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രിസൈഡിങ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ളതല്ല. ഓക്കെ, ദ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ കോർട്ട് ഷാൾ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ്, സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്
അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഡെപ്യൂട്ടേഷൻ ബേസസ്. ഓക്കെ, ഇങ്ങനെയായി മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ അടുത്തത് പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ബി അസിസ്റ്റഡ് ബൈ എ സെക്രട്ടറി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് അതുപോലെ തന്നെയാണ്, പഴയ ഭാഗങ്ങൾ അതുപോലെ. ഈ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷന് മാത്രമേ ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സബ് റൂള് 4 പറയുന്നത് ഗവൺമെൻറ് ആണ് നോൺ മോണിറ്ററി കേസസ് ഡീല് ചെയ്യുന്നതിനുള്ള കോർട്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് എന്നാണ് പറയുന്നത്. ആ പ്രിസൈഡിംഗ് ഓഫീസർ, ആ കോർട്ടിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? ഓഫ് എബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ്. ജുഡീഷ്യൽ സർവീസിൽ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിന് എബവ്, മേളിലുള്ള ഒരു ആളായിരിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഡെപ്യൂട്ടേഷൻ ബേസിസിലാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ ഈ പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് പണ്ടുണ്ടായിരുന്ന അതേ സെയിം ഇത് തന്നെയാണ്. ഇത് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്, പ്രിസൈഡിംഗ് ഓഫീസർ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അദ്ദേഹം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലാകെ മാറിയിട്ടുള്ളത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ക്വാളിഫിക്കേഷനാണ്. അത് വൃത്തിയായിട്ട് പഠിക്കാം. അതാണ് സബ് റൂള് 4 വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മാറ്റം വന്നിരിക്കുന്നത് സബ് റൂള് 10 ഓക്കെ, റൂള് 67 സബ് റൂള് 10. ഇതിൽ നമ്മുടെ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെയും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെയും ഫീസസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഫീസുകളിൽ മോണിറ്ററി ഡിസ്പ്യൂട്ടിൽ ടോട്ടലായിട്ടും ചേഞ്ച് വന്നിട്ടുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹10 ഓർ പാർട്ട് ദെയർ ഓഫ് സബ്ജക്റ്റഡ് ടു എ മിനിമം ഓഫ് ₹500 ആൻഡ് മാക്സിമം ഓഫ് ₹5,000 അപ് ടു 2 lakh and a maximum of ₹7,500 up to the value of ₹10 lakh and ₹10,000 for the value above ₹10 lakh എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇത് നേരത്തെയുള്ള പോലെ തന്നെയാണ് കേട്ടോ. 10 രൂപയുടെ ക്ലെയിമിന് 50 പൈസ വെച്ചിട്ടായിരിക്കും ഇതിൽ അപ് ടു 2 lakh വരെ. ഓക്കെ, അപ് ടു 2 lakh വരെ മിനിമം എന്ന് പറയുന്നത് 500ഉം മാക്സിമം 5,000ഉം ആണ്. ഓക്കെ, 2 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങൾക്ക് മിനിമം 500ഉം മാക്സിമം 5,000 രൂപയാണ് പറയുന്നത്. പിന്നെ 10 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ് ടു 10 lakh ആണെങ്കിൽ മാക്സിമം എത്രയാണ്? 7,500 7,500 രൂപയാണ് അപ് ടു 10 lakh എന്ന് പറയുന്നത്. ഇനി എബവ് 10 lakh ആണെങ്കിൽ, ഓക്കെ, ഈ എബവ് 10 lakh ആണെങ്കിൽ എത്ര? 10,000 ആണ്. ഓക്കെ, ഫീസ് 10,000 rupees ആയിരിക്കും. ഓക്കെ, അതാണ് ഈ മോണിറ്ററി ഡിസ്പ്യൂട്ടിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിലായിരിക്കും. 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ മിനിമം 500ഉം മാക്സിമം 5,000 ആയിരിക്കും. പിന്നെ 10 ലക്ഷം അപ് ടു 10 lakh വരെയാണെങ്കിൽ മാക്സിമം 7,500 ആയിരിക്കും. പിന്നെ അതുപോലെ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്രയായിരിക്കും? 10,000 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിലും അതിൻ്റെ ഫീസിലും മാറ്റം വന്നിട്ടുണ്ട്. ഫോർ ദ പെറ്റീഷൻ ഫയൽഡ് ബൈ എംപ്ലോയി ഓഫ് ദ സൊസൈറ്റിയിലെ എംപ്ലോയി ആണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ നേരത്തെ 1000 ആയിരുന്നു, ഇപ്പോൾ അത് മാറി 1,500 രൂപയായി. പിന്നെ ഇലക്ഷൻ പെറ്റീഷന് നേരത്തെ 5,000 രൂപയായിരുന്നു, ഇപ്പോൾ അത് മാറി 7,500 രൂപയായി. ഫോർ അതർ പെറ്റീഷൻ അത് 3,000 തന്നെയാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നോൺ മോണിറ്ററിയിൽ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റിയാണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ 1,500, ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 7,500, പിന്നെ അതർ പെറ്റീഷൻ ആണെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ളത് തന്നെ 3,000 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇത്രയാണ് നമുക്ക് റൂള് 67 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി അടുത്തത് റൂള് 68 അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ഇൻ ദ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്സ്. ഇതിൽ ഒരു ചെറിയ മാറ്റമാണ് ഇതിൽ വന്നിട്ടുള്ളൂ. നേരത്തെ ഇതിലൊരു സ്പെസിഫിക് ടൈം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലൊരു 15 days എന്ന് പറഞ്ഞ് വിത്തിൻ 15 days എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ.
അതെവിടെയാണെന്ന് പറയാം. ആൻ അവാർഡ് ഡിസിഷൻ ഓർ ഓർഡർ പാസ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് or registrar or any other person deciding the dispute or the arbitrator referred under section 70 of the act shall be sent to the applicant by the court or a registrar as the case may be with his seal affixed thereon by registered post. ഇവിടെ ആയിട്ടാണ് ആ മാറ്റം വന്നിരിക്കുന്നത്. രജിസ്ട്രേഡ് പോസ്റ്റിൽ വിത്തിൻ 15 days. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. വിത്തിൻ 15 days രജിസ്ട്രേഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ചെറിയ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. 1 copy of the award decision or order shall be retained in the file concerned and the same kept intact for a period of 12 years. The copy of award or order shall be communicated to the defendant also by registered post. ഇതിൽ നമ്മുടെ ആർബിട്രേഷൻ കോർട്ട് അല്ലെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ സെക്ഷൻ 70 പ്രകാരമുള്ള ആർബിട്രേറ്റർ ഇവരെല്ലാം പാസ് ചെയ്യുന്ന ഒരു അവാർഡോ ഡിസിഷനോ അല്ലെങ്കിൽ ഓർഡറോ നമ്മൾ ആപ്ലിക്കൻറ്റിന് ആ അപേക്ഷ സമർപ്പിച്ച ആപ്ലിക്കൻറ്റിന് കോർട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ആരാണോ ആ കേസ് അതാരാണോ അവർ അത് അയച്ചു കൊടുക്കും, ഈ അവാർഡോ ഓർഡറോ ഡിസിഷനോ. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവണം? അതിൽ അവരുടെ സീല് അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഡ് പോസ്റ്റിലായിരിക്കണം അത് അയച്ചു കൊടുക്കേണ്ടത്. വിത്തിൻ 15 days അത് അയച്ചു കൊടുക്കണം. ഈ അവാർഡും ഡിസിഷനും ഓർഡറും പാസ് ചെയ്ത് വിത്തിൻ 15 days ഇത് അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് ആ വിത്തിൻ 15 days ആണ് അവിടെ മാറ്റം എക്സ്ട്രാ വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഒരു കോപ്പി, ഈ അവാർഡിൻ്റെയും ഡിസിഷൻ്റെയും ഓർഡറിൻ്റെയും ഒരു കോപ്പി ആ കൺസേൺഡ് ഫയലിൽ സൂക്ഷിക്കണം. അതെന്താ, ഒരു 12 വർഷത്തേക്ക് അവിടെ നേരത്തെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്, 12 വർഷത്തേക്ക് സൂക്ഷിക്കണം. പിന്നെ ഈ കോപ്പി അല്ലെങ്കിൽ അവാർഡ് അത് ഈ കോപ്പിയുടെ ഓർഡറിൻ്റെയോ അവാർഡിൻ്റെയോ കോപ്പി ആരുമായിട്ടാണ്? ഡിഫൻഡൻറ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡിഫൻഡൻറ്റിനും അത് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ പരാതിയുടെ ഡിഫൻഡൻറ്റിനും അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ വിത്തിൻ 15 days എന്നുള്ള ഒരു എക്സ്ട്രാ ആ ഒരു കാര്യം മാത്രമാണ് വന്നിട്ടുള്ളൂ. അവാർഡോ ഡിസിഷനോ ഓർഡറോ അത് ഇവർ ഈ പറഞ്ഞ ഇത്രയും ആളുകൾ പുറപ്പെടുവിക്കുന്ന അവാർഡ് ഡിസിഷൻ ഓർഡർ അത് ഈ ആപ്ലിക്കൻറ്റിന് അവരുടെ സീലോടുകൂടി രജിസ്ട്രേഡ് പോസ്റ്റിൽ വിത്തിൻ 15 days അയച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് റൂള് 68 മാറ്റം. അടുത്തത് റൂള് 69 റൂള് 69 പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. അതാണ് റൂള് 69. റൂള് 69 സബ് റൂള് 10 മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ് റൂള് 10 മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൽ തന്നെ 12ാമത് ഒരു സബ് റൂള് ആഡ് ചെയ്തും വന്നിട്ടുണ്ട്. 12ാമത്തെ സബ് റൂള് ഫുള്ളായിട്ട് അമെൻഡ് ചെയ്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം റൂള് 10 അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സബ് റൂള് 10 ഒരു ചെറിയൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ നമ്മൾ 3 years എന്ന് പറഞ്ഞ് നമ്മളൊരു ടൈം പീരീഡ് വരുന്നുണ്ട്. അത് 3 years എന്നുള്ളത് മാറിയിട്ട് 2 years എന്നാണ് ആയിരിക്കുന്നത്. അതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം. ഓക്കെ, അത് if any liability cannot be discharged by the liquidator owing to the whereabouts of the claimants not being known or for any other cause, the amount covered by such undischarged liability may be deposited in the financing bank and shall be available for meeting the claim of person or persons concerned. If even on the expiry of 2 years, 3 years എന്നുള്ളത് ഇവിടെ മാറി, ഇവിടെ 2 years എന്നായി. From the date of deposit, such amount remains unpaid. The registrar may, on his own motion or on the application of the liquidator or joint registrar of the district concerned, pass an order directing that the said amount shall be transferred to the common liquidation fund stands in the name of Assistant Registrar General of the Taluk with the financing bank. അതായത് ഇതിൽ നേരത്തെ നമുക്ക് ഈ റൂളിൽ സബ് റൂൾ 10 ഉണ്ടായിരുന്ന അതേ കാര്യങ്ങളാണ് സബ് റൂൾ 10 ക്ലോസ് 1 പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങളാണ് ഈ 3 years 2 years ആയെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ രജിസ്ട്രാർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത ലയബിലിറ്റീസ് ഈ ലിക്വിഡേഷൻ്റെ സമയത്ത് രജിസ്ട്രാർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത ലയബിലിറ്റി, ഇപ്പോൾ അവകാശികളുടെ വിവരങ്ങൾ അറിയാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ കൊടുത്തു തീർക്കാൻ പറ്റാത്ത തുകകൾ അങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഫിനാൻസിങ് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഫിനാൻസിങ് ബാങ്കിൽ എന്താണ് 2 വർഷം, നേരത്തെ 3 വർഷമായിരുന്നു, അതാണ് 2 വർഷമായത്.
ഇങ്ങനെ ഫിനാൻസിങ് ബാങ്കിൽ 2 വർഷത്തോളം ഇത് അൺപെയ്ഡ് ആയിട്ട് ഈ ഡെപ്പോസിറ്റ് വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ വെറുതെ കിടക്കുവാണെങ്കിൽ ആ ഡേറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ 2 വർഷത്തേക്ക് അൺപെയ്ഡ് ആയിട്ട് തന്നെ കിടക്കുവാണെങ്കിൽ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനത്തിൽ മേലോ അല്ലെങ്കിൽ ലിക്വിഡേറ്ററുടെയോ ആ ഡിസ്ട്രിക്റ്റിലെ ജോയിൻറ്റ് രജിസ്ട്രാറുടെയോ ആപ്ലിക്കേഷൻ മൂലമോ അതെന്ത് ചെയ്യാം, അത് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് ദ താലൂക്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും ഈ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഫിനാൻസിങ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവകാശികളൊന്നുമില്ലാതെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത ലയബിലിറ്റികൾ ഫിനാൻസിങ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫിനാൻസിങ് ബാങ്കിൽ അത് 2 വർഷം ഡെപ്പോസിറ്റ് ചെയ്ത അന്ന് മുതൽ 2 വർഷത്തേക്ക് അത് ഫിനാൻസിങ് ബാങ്കിൽ ഇടും. അപ്പോൾ അത് അൺപെയ്ഡ് ആയിട്ടും ആ 2 വർഷത്തേക്ക് അത് അൺപെയ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലാതെ കിടക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ താലൂക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ പേരിൽ ഫിനാൻസിങ് ബാങ്കിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നേരത്തെ നമുക്ക് റൂളിലുണ്ടായിരുന്ന സെയിം കാര്യങ്ങളാണ്. ആ 3 years എന്നുള്ളത് 2 years ആയി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സബ് റൂള് 12 അതായത് റൂള് 69 സബ് റൂള് 12 മുഴുവനായിട്ടും അമെൻമെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതിൽ പറയുന്നത് ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് ആ ഡേറ്റ് മുതൽ 2 വർഷത്തിനുള്ളിൽ വൈൻഡിങ് അപ്പ് പ്രൊസീജിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. If the liquidation proceedings could not be completed with such period of 2 years for the reason beyond the control of liquidator, he may apply to the government through registrar with sufficient reason for extending the period of liquidation for a maximum of 1 year. ഇപ്പോൾ ഈ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയില്ല എങ്കിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ടൈം നീട്ടി തരാൻ പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം ത്രൂ രജിസ്ട്രാർ വഴിയാണ് ഗവൺമെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷനിൽ സഫിഷ്യൻറ്റ് റീസൺ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതിനുള്ള. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മാക്സിമം 1 year വരെ നീട്ടിക്കൊടുക്കും എന്നാണ് പറയുന്നത്. ലിക്വിഡേഷൻ പ്രോസസ്സിൻ്റെ ആ പീരീഡ് മാക്സിമം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 years ആണ് ലിക്വിഡേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ 1 വർഷം മാക്സിമം 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കും. ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് ലിക്വിഡേഷൻ കേസസ് pending for more than 2 years, liquidation proceedings shall be completed within 1 year from the date of commencement of the Kerala Cooperative Societies Amendment Act 2023. അതായത് ഈ അമെൻമെൻറ്റ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 ഈ അമെൻമെൻറ്റ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ലിക്വിഡേഷനിൽ ഇരിക്കുന്ന സംഘങ്ങൾ, ഇപ്പോൾ ലിക്വിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഘങ്ങളിൽ ഇപ്പോൾ അത് 2 വർഷത്തിൽ കൂടുതൽ ആയി എങ്കിൽ ആ ലിക്വിഡേഷൻസ് എല്ലാം 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ കമൻസ്മെൻറ്റ് വന്ന് നമ്മുടെ KCS ആക്ടിൻ്റെ 2023 അമെൻമെൻറ്റിൻ്റെ കമൻസ്മെൻറ്റ് വന്ന് 1 വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ റൂള് 69 സബ് റൂള് 12 പറയുന്നത് എന്താണ്, വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേറ്റർ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണസഹിതം രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യണം. കൃത്യമായിട്ട് കാരണസഹിതം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം ഒരു 1 year കൂടെ ഗവൺമെൻറ് നീട്ടിക്കൊടുക്കും. ഇനിയിപ്പോൾ ലിക്വിഡേഷൻ കേസസ് ഈ 2023 നമ്മുടെ ഈ ആക്ട് KCS ആക്ട് അമെൻമെൻറ്റ് വരുമ്പോൾ ലിക്വിഡേഷനിൽ ഇരിക്കുന്ന സംഘങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടും ലിക്വിഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ എല്ലാം ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് റൂള് 69 വന്ന 2 മാറ്റങ്ങൾ. 69 സബ് റൂള് 10 സബ് റൂള് 12 മാറ്റം വന്നിരിക്കുന്നത്. ഇനി അടുത്തത് റൂള് 123 ഫീസ് ഫോർ അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ. ഇതിൻ്റെ ഫീസസ് എല്ലാം മാറിയിട്ടുണ്ട്. അതിൽ സബ് റൂൾ 1 പറയുന്നത് ഇൻ അപ്പീൽ ഓർ ആപ്ലിക്കേഷൻസ് ബിഫോർ ദ ട്രിബ്യൂണൽ the fees at the following rate shall be paid by the appellant or the applicants as the case may be. ഓക്കെ, ഇതിൽ നമ്മുടെ ട്രിബ്യൂണലിൽ നമ്മൾ കൊടുക്കുന്ന അപ്പീലിനും ആപ്ലിക്കേഷൻസിനും ആ ആപ്ലിക്കൻ്റ് എത്ര രൂപ ഫീസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ്. അതിൽ എയിൽ ആൻ അപ്പീൽ അണ്ടർ സെക്ഷൻ 82
നമ്മുടെ സെക്ഷൻ 82 പ്രകാരമുള്ള അപ്പീലുകൾക്കാണെങ്കിൽ ഇതിൻ്റെ ഫീസ് എല്ലാം മാറിയിട്ടുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ടിനാണെങ്കിൽ 5% ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് സബ്ജക്റ്റ് ടു എ മിനിമം ഓഫ് ₹200 ആൻഡ് മാക്സിമം ഓഫ് ₹2000 എന്നായിരുന്നു. ഇതിൽ 200 മാറി എത്രയായി 500 എന്നായി മാറിയിട്ടുണ്ട് 200. ഓക്കെ, ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് 2000 അല്ല, ഇപ്പോൾ അത് 3000 ആണ്. അപ്പോൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം 500ഉം മാക്സിമം ₹3000 ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ എലക്ഷൻ ഡിസ്പ്യൂട്ടിന് എത്ര രൂപയാണ്? 3000 രൂപയാണ്. ഓക്കെ, ₹3000. അതർ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 750 രൂപയായി മാറിയിട്ടുണ്ട്. 750. പിന്നെ ആൻ ആപ്ലിക്കൻ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 ആൻഡ് റിവ്യൂ അണ്ടർ 85 ₹325. 325. പിന്നെ സെക്ഷൻ 84 പ്രകാരമുള്ള റിവിഷൻ, സെക്ഷൻ 85 പ്രകാരമുള്ള റിവ്യൂ, അതിനുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ 325 രൂപയുമാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. അപ്പോൾ അപ്പീൽ റിവിഷൻ റിവ്യൂ ട്രിബ്യൂണലിൻ്റെ അണ്ടറിലുള്ളത് ഇതിന് ഫീസിന് വന്നിരിക്കുന്ന മാറ്റമാണ് ഈ പറയുന്നത്. സെക്ഷൻ 82 പ്രകാരം നമ്മൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം 500ഉം മാക്സിമം 3000 രൂപയുമാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിലെ എലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000ഉം ബാക്കിയുള്ള അതർ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 750ഉമാണ്. പിന്നെ സെക്ഷൻ 84 പ്രകാരമുള്ള റിവിഷനും 85 പ്രകാരമുള്ള റിവ്യൂവിനും ആപ്ലിക്കേഷൻ ₹325 325 രൂപയാണ്. ഓക്കെ, 325 ആണ് കേട്ടോ, 325. ഇനി അടുത്തത് റൂള് 124A മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 69 കഴിഞ്ഞിട്ട് പിന്നെ മാറ്റം വന്നിരിക്കുന്നത് റൂള് 123 ഓക്കെ, 123 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് 124A. 124A ഫീ ഫോർ അപ്പീൽ ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആണ് ഇതിൽ പറയുന്നത്. അതിൽ സബ് റൂള് 1 ഇൻ അപ്പീൽ ഓർ ആപ്ലിക്കേഷൻ ബിഫോർ ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 83 ഓഫ് ദ ആക്ട് ദ അപ്പലൻറ്റ് ഓർ ദ ആപ്ലിക്കൻ as the case may be shall pass rupees. ഇത് നമുക്ക് 2000 ആയിരുന്നു, ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? ഇത് 4500 എന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, 4500, 4500. where the appellant or the applicant is an employee of the society, and ₹5000 where the appellant or applicant is member of committee or society or others as fees. ഓക്കെ, അപ്പോൾ ഇത് സബ് റൂൾ 1 പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ കൊടുക്കുന്ന അപ്പീൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെക്ഷൻ 83 പ്രകാരം, സെക്ഷൻ 83 എന്ന് പറയുന്നത് അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ കൊടുക്കുന്ന അപ്പീലും ആപ്ലിക്കേഷനും ഉള്ള ഫീസാണ് പറയുന്നത്. അത് ഈ ആപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ, സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ അതിന് 4500 രൂപയാണ്. നേരത്തെ 2000 ആയിരുന്നു, ഇപ്പോൾ 4500 ആൻഡ് ഇപ്പോൾ ആപ്ലിക്കൻ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിൽ ₹5000, അതിപ്പോഴും 5000 തന്നെയാണ്. ഓക്കെ, ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സബ് റൂൾ 2 മാറ്റം വന്നിട്ടുണ്ട്. എവറി ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ് ഫോർ ദ exercise of the power under section 87 of the act shall be accompanied by a challan receipt for the remittance of ₹1000 അല്ല 1500 ആണ്, 1500 ₹1500 where the applicant is an employee of the society, and ₹5000 where the applicant is a member of committee or society or others as fee for such application. അപ്പോൾ സെക്ഷൻ 87 പ്രകാരം, സെക്ഷൻ 87 എന്ന് പറയുന്നത് പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതാണ് 87. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഗവൺമെൻറ്റിനും രജിസ്ട്രാർക്കും കൊടുക്കുന്ന ആപ്ലിക്കേഷൻ, അതിൽ ചെല്ലാൻ റെസിപ്റ്റ് എങ്ങനെയായിരിക്കണം? ചെല്ലാൻ റെസിപ്റ്റിൻ്റെ എമൗണ്ട് ആണ് പറയുന്നത്. അതിൽ ഈ ആപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ഓഫ് ദ സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ 1500 രൂപയാണ്. നേരത്തെ 1000 ആയിരുന്നു, ഇപ്പോൾ 1500 ആയി. ആൻഡ് അടുത്തത് ആ സൊസൈറ്റി മെമ്പർ
ആ ആപ്ലിക്കൻ്റ് കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പറോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതേഴ്സ് അവരാണെങ്കിൽ എത്രയാണ് 5000 രൂപയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ അത് 5000 രൂപയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 124A ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കൊടുക്കുന്ന അപ്പീൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് സെക്ഷൻ 83 പ്രകാരം കൊടുക്കുന്നത്. അതിന് നമ്മൾക്ക് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി ആണെങ്കിൽ 4500, ഇനി കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ സൊസൈറ്റി മെമ്പറോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ആണെങ്കിൽ 5000 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 87 പവേഴ്സ് ഓഫ് റിവിഷൻ ഓഫ് RCS ആൻഡ് ഗവൺമെൻറ്. അത് പ്രകാരം ആ സെക്ഷൻ പ്രകാരം നമ്മൾ രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ചെല്ലാൻ റെസിപ്റ്റ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റിയാണ്, സൊസൈറ്റിയിലെ ഒരു എംപ്ലോയി ആണ് ആപ്ലിക്കൻ്റ് എങ്കിൽ അദ്ദേഹത്തിന് 1500 രൂപയും 1500 രൂപയുടെ ചെല്ലാൻ റെസിപ്റ്റും, പിന്നെ അതുപോലെ തന്നെ അതൊരു കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പറോ അല്ലെങ്കിൽ ബാക്കി മറ്റുള്ളവരോ ആണെങ്കിൽ 5000 രൂപയുടെ ചെല്ലാൻ റെസിപ്റ്റുമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂള് 124A വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഫീസൊക്കെ മാറിയിട്ടുണ്ട്, അതെല്ലാവരും വൃത്തിയായിട്ട് പഠിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൂള് 128 സബ് റൂള് 2 ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റൂള് 128 എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ഇലക്ഷനാണ് റൂള് 128. അതിൽ സബ് റൂള് 2 നമ്മൾ DCBയുടെ കമ്മിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് DCB ഇല്ലല്ലോ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കില്ല. അത് കാരണം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ഭാഗം സബ് റൂള് 2 അതിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൂള് 128 വരെ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്